Page number 61. The first empire, the Mauryas. The Mauryas established the first ever empire in the history of India. It was called an empire because it was much larger than a kingdom and was spread over a vast area. The Mauryas controlled more land than any previous ruler or dynasty. The empire was ruled over by the king from his capital, where he lived. He had a large army to control the empire and conquer more territories. The Mauryas established the first ever empire in the history of India. നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത സാമ്രാജ്യം എന്ന് പറയുന്നത് എന്താണ്? മൗര്യ എംപയർ ആണ് അല്ലെ? മൗര്യ സാമ്രാജ്യമാണ് ആദ്യമായി ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി എസ്റ്റാബ്ലിഷ് ചെയ്ത എംപയർ എന്ന് പറയുന്നത് മൗര്യ എംപയർ ആണ്. ഇറ്റ് വാസ് കോൾഡ് ആൻ എംപയർ. അതിന് എന്തുകൊണ്ടാണ് സാമ്രാജ്യം എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് വാസ് മച്ച് ലാർജർ ദാൻ എ കിങ്ഡം and was spread over a vast area. എന്താ പറഞ്ഞേ? It was much larger than a kingdom. ഒരു കിങ്ഡത്തെക്കാൾ കൂടുതൽ വലുതാണ്. And was spread over a vast area. ഒരു വലിയ ഏരിയയിൽ തന്നെ അതിനെ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ഒരു എംപയർ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇത്രയും ശ്രദ്ധിക്കുക. മൗര്യ എംപയർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഫസ്റ്റ് എവർ എംപയർ in the Indian history. It was ruled by a king. It was ruled by a king or ruler where he lived. Then Maurya Empire is called an empire because it was much larger than a kingdom and was spread a vast area. Clear? ഇപ്പൊ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായ സാമ്രാജ്യം ഏതാണ്? മൗര്യൻ സാമ്രാജ്യമാണ്. അതിനെ സാമ്രാജ്യം എന്ന് വിളിക്കാനുള്ള കാരണം അതെന്താ? മച്ച് ലാർജർ ദാൻ എ കിങ്ഡം അല്ലെ? കിങ്ഡം ആൻഡ് വാസ് സ്പ്രെഡ് ഓവർ എ വാസ്റ്റ് ഏരിയ. പിന്നെ അത് ഇറ്റ് വാസ് മൗര്യാസ് കൺട്രോൾഡ് മോർ ലാൻഡ് ദാൻ എനി പ്രീവിയസ് റൂളർ ഓർ ഡൈനാസ്റ്റി. ദ എംപയർ വാസ് റൂൾഡ് ബൈ ദ കിങ് ഫ്രം ഹിസ് ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിലുള്ള ഒരു രാജാവായിരിക്കും അത് ഭരിക്കുക. ആ എംപയറിൽ ആ ഏരിയയിൽ താമസിക്കുന്ന രാജാവാണ് ആ എംപയറിനെ ഭരിക്കുന്നത്. Then sources. Next, the main sources of information on the Mauryas are two books: Indica by Megasthenes and Arthashastra by Kaudilya. The Indica tells us about the political, social, and economic conditions of life during that period. The Arthashastra deals with how to govern an empire. It describes the administration of the Mauryas. അപ്പൊ രണ്ട് സോഴ്സസ് ഉണ്ട്. There are two sources ഓഫ് മൗര്യ. മൗര്യന്മാരെ കുറിച്ച് പഠിക്കാൻ, അതിലെ മൗര്യന്മാരെ കുറിച്ച് ഇൻഫോർമേഷൻ നമുക്ക് തരാൻ വേണ്ടി രണ്ട് സോഴ്സസ് ആണുള്ളത്. ഒന്ന് അർദ്ധശാസ്ത്ര, മറ്റേത് ഇൻഡിക്ക. ഇൻഡിക്ക ബൈ മെഗസ്തനീസ്. മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്ന വർക്കും കൗഡില്യന്റെ അർദ്ധശാസ്ത്രവും. ഈ രണ്ട് വർക്ക്സ് ആണ് നമ്മുടെ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള രണ്ട് സോഴ്സസ്, ഇൻഫോർമേഷൻ തരുന്ന രണ്ട് സോഴ്സസ്. മനസ്സിലായോ? There are two sources of information of the Mauryas. Which are they? Indica and Arthashastra. Indica by Megasthenes and Arthashastra written by Kaudilya. Clear? Any Indica tells us political, social, economic conditions of life that period. മനസ്സിലായോ? ഇപ്പൊ ഇൻഡിക്ക, മെഗസ്തനീസിന്റെ ഇൻഡിക്ക, ആ ബുക്ക് നമുക്ക് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് അറിവ് തരുന്നു. ഇനി ഇൻഡിക്ക റിട്ടൺ ബൈ മെഗസ്തനീസ്. These tells us, അല്ലെങ്കിൽ these Indica tells us political, economic and social life during that period. ആ സമയത്തെ സാമ്പത്തികവും ശാസ്ത്രീയവും സാമൂഹികപരമായ ജീവിതത്തെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നു. നെക്സ്റ്റ് വൺ കൗഡില്യ അല്ലെ? അർദ്ധശാസ്ത്ര റിട്ടൺ ബൈ കൗഡില്യ. കൗഡില്യന്റെ അർദ്ധശാസ്ത്രം അതെന്താ നമുക്ക് തരുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ടു ഗവേൺ ആൻ എംപയർ. ഒരു എംപയറിനെ എങ്ങനെ ഗവേൺ ചെയ്യാം എന്നുള്ള ഇൻഫോർമേഷൻ ആണ് നമുക്ക് കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. There are two source of information of Maurya Empire. Indica written by Megasthenes. It tells us political, economic and social life of the people during that period. Second one is Arthashastra, which was written by Kaudilya. This Arthashastra deals with how to govern an empire. ഒരു എംപയറിനെ എങ്ങനെ നമുക്ക് ഗവേൺ ചെയ്യാൻ പറ്റും. ക്ലിയർ? മനസ്സിലായോ? നെക്സ്റ്റ് പാരഗ്രാഫ്.
The rock and pillar edicts of Emperor Ashoka are an equally valuable source. These edicts were inscribed on rocks and stone pillars. We know much about this great king mainly through the large number of inscriptions that he has left behind. Coins are another important source. പിന്നെന്തുണ്ട്? വസുദേവ്, ഹരിനന്ദ്, ജോയല്, ശ്രീവിഷ്ണു, ജീവ, ആരോമൽ. എന്തിനാ വിളിച്ചേ? വസുദേവ്, ശ്രീവിഷ്ണു, ജീവ, ആരോമൽ. ശ്രീവിഷ്ണു ആൻഡ് ജീവ. ശ്രീവിഷ്ണു. ശ്രീവിഷ്ണുവിന് അവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ പിന്നെ നെക്സ്റ്റ് ഇൻഫോർമേഷൻ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ പറയാണ്. റോക്ക് ആൻഡ് പില്ലർ എഡിക്ട്സ് ഓഫ് എംപറർ അശോക ആർ അൺഈക്വൽ വാല്യുബിൾ റിസോഴ്സസ്. വാല്യുബിൾ സോഴ്സസ്. അതായത് റോക്കും പില്ലറും, റോക്ക് ആൻഡ് പില്ലർ എഡിക്ട്സ്, ദീസ് ആർ ദ അനദർ വാല്യുബിൾ സോഴ്സ്. പിന്നെ പറയാണ് ഇൻസ്ക്രിപ്ഷൻസ്, പോയിന്റ്സ് എക്സെട്ര ആർ അനദർ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. നമ്മൾ പറഞ്ഞു മൗര്യ എംപയർ വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഫസ്റ്റ് എവർ empire in the history of India. Then it was called empire because it was much larger than a kingdom or was spread over a vast area. Then Maurya empire was ruled by a king from that capital where he lived. Pinne parnu source of information, mainly two source of information about Maurya empire. Then Indica and Arthashastra. Indica which was written by Megasthenes and Kaudilya which was written by Arthashastra which was written by Kaudilya. Arthashastra which was written by Kaudilya. Then Indica പറയാണ് എന്ത്? ഇന്ത്യയിൽ എന്താ പറയുന്നത്? Indica deals with the political, social and economic life of the people during that period. Then Arthashastra deals with the how to govern an empire. പിന്നെ another sources are rock and pillar edicts. പിന്നെ പോയിന്റ്സ്, ഇൻസ്ക്രിപ്ഷൻസ് എക്സെട്ര. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ ഒരു ലോങ് ആൻസർ പഠിച്ചു. എന്ത്? ഷോർട്ട് നോട്ട് ഓൺ മൗര്യ എംപയർ. ഡിസ്ക്രൈബ് മൗര്യ എംപയർ. എഴുതാൻ പറ്റില്ലേ? പറ്റൂലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, മൗര്യൻ എംപറേഴ്സ്. ആരൊക്കെയാണ് മൗര്യൻ എംപറർ? നോക്കാം. ഫസ്റ്റ് വൺ, ചന്ദ്രഗുപ്ത മൗര്യ. First one, Chandragupta Maurya, 321 to 297 BCE. അതായത് 321 മുതൽ 297 BCE വരെ. The first ruler of the dynasty was Chandragupta Maurya. He overthrew the last Nanda ruler in 321 BCE. He was supported by his minister Chanakya, who was also known as Kaudilya or Vishnugupta. എന്താ പറഞ്ഞേ? മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും ആദ്യത്തെ എംപറർ ആണ് ആര്? Who was the first emperor in Maurya empire? Chandragupta Maurya. Chandragupta Maurya was the first emperor in Maurya empire. He overthrew the last Nanda ruler in 321 BC. അദ്ദേഹം എന്ത് ചെയ്തു? ഓവർത്രൂ ചെയ്തു. ആരെ? ലാസ്റ്റ് നന്ദ റൂളറിനെ അല്ലെ? He was supported by his minister Chanakya. അദ്ദേഹത്തെ ആരാ സപ്പോർട്ട് ചെയ്തത്? He was supported by his minister Chanakya. അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ ആയിരുന്ന ചാണക്യന്റെ സപ്പോർട്ട്. ഈ ചാണക്യൻ എന്തറിയപ്പെടുന്നു? Who was also known as Kaudilya or Vishnugupta. Clear? Kaudilya or Vishnugupta. I repeat once more. Chandragupta Maurya was the first emperor in Mauryan empire. He was overthrew the last Nanda ruler in 321 BC. Then this Chandragupta Maurya was supported by his minister Chanakya. He was also known as Kaudilya or Vishnugupta. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? കൗഡില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ. നെക്സ്റ്റ് പാരഗ്രാഫ്. Chandragupta was conquered Magadha. Next he defeated Seleucus Nicator
a general of the great king Alexander. Thereafter, he tried to strengthen his control over other parts of northern India. എന്താ പറഞ്ഞേ? ചന്ദ്രഗുപ്ത മൗര്യ ഫസ്റ്റ് കോൺഗേർഡ് മഗധ. ആദ്യം അദ്ദേഹം എന്താ പിടിച്ചെടുത്തത്? മൗര്യ സാമ്രാജ്യത്തിലെ ഫസ്റ്റ് എംപറർ ആയിരുന്ന, ചക്രവർത്തി ആയിരുന്ന ചന്ദ്രഗുപ്തൻ ആദ്യം പിടിച്ചെടുത്താണിത് മഗധ. മഗധ സാമ്രാജ്യം പിടിച്ചെടുത്തു. നെക്സ്റ്റ് ഹി ഡിഫീറ്റഡ് സെലൂക്കസ് നിക്കേറ്റർ. മഗധ പിടിച്ചതിന് ശേഷം അദ്ദേഹം സെലൂക്കസ് നിക്കേറ്റർ എന്ന ആളെ പരാജയപ്പെടുത്തി. ആരായി സെലൂക്കസ് നിക്കേറ്റർ? സെലൂക്കർ നിക്കേറ്റർ വാസ് എ ജനറൽ ഓഫ് ദ ഗ്രേറ്റ് കിങ്. ഗ്രേറ്റ് കിങ്ങിന്റെ ജനറൽ ആണ് ആര്? സെലൂക്കസ് നിക്കേറ്റർ. മഗധ പിടിച്ചതിന് ശേഷം അദ്ദേഹം സെലൂക്കസ് നിക്കേറ്ററിനെ പരാജയപ്പെടുത്തി. Thereafter, he tried to strengthen his control over other parts of northern India. അതിനുശേഷം അദ്ദേഹം നോർത്തേൺ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന്റെ കൺട്രോള് നീക്കം ചെയ്യപ്പെട്ടു. ഇത്രയേ ഉള്ളൂ. ചന്ദ്രഗുപ്ത മൗര്യ ഫസ്റ്റ് കോൺഗേർഡ് മഗധ. മഗധ പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം സെലൂക്കസ് നിക്കേറ്റർ എന്ന ആളെ പരാജയപ്പെടുത്തി. സെലൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റ് കിങ് അല്ലെ, അലക്സാണ്ടറിന്റെ ജനറൽ ആണ് അല്ലെ. ഗ്രേറ്റ് കിങ് ആയ അലക്സാണ്ടറിന്റെ ജനറൽ ആണ് ആര്? സെലൂക്കസ് നിക്കേറ്റർ. ക്ലിയർ? Who was Chandragupta Maurya? Who was Seleucus Nicator? Chandragupta Maurya was the first emperor in Mauryan Empire. Then Seleucus Nicator was the general of Great King Alexander. മനസ്സിലായോ? ഗ്രേറ്റ് കിങ് അലക്സാണ്ടറിന്റെ ജനറൽ ആണ് സെലൂക്കസ് നിക്കേറ്റർ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ബിന്ദുസാര. സെക്കൻഡ് എംപറർ ഇൻ മൗര്യ എംപയർ ഈസ് ബിന്ദുസാര. രണ്ട് വാക്കുകൂടെ മനസ്സിലായോ? എംപയറും എംപററും തമ്മിലുള്ള വ്യത്യാസം എന്താ? എംപയർ എന്താ എംപറർ? എംപയർ എന്ന് പറഞ്ഞ EMPIRE എംപയർ എന്ന് പറഞ്ഞ സാമ്രാജ്യം, എംപറർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി. മനസ്സിലായില്ലേ? എന്താ മോനെ ജസ്റ്റസ്? ചക്രവർത്തി എന്ന് പറയായിരുന്നു. അതാണ് കേട്ടോ വ്യത്യാസം, മാറിപ്പോകരുത് എംപയറും എംപററും. അപ്പൊ സെക്കൻഡ് എംപറർ, സെക്കൻഡ് ചക്രവർത്തിയാണ് ആര്? ബിന്ദുസാര. ബിന്ദുസാര 297 up to 273 BC. Chandragupta was succeeded by his son Bindusara. He defeated the rulers of 16 kingdoms and added their land to his empire. Under him, the Mauryan Empire spread across the whole of the Indian subcontinent, except for Kalinga, present-day Odisha, and a few kingdoms in the south. The Mauryas were friendly with the kingdoms of the south. Chandragupta Maurya, Chandragupta Maurya succeeded by his son Bindusara. But Bindusara is Magana Chandragupta Maurya Maganale. But Chandragupta Maurya was succeeded by his son Bindusara. He defeated the rulers of 16 kingdoms. 16 kingdomത്തിലെ ആൾക്കാരെ പരാജയപ്പെടുത്തി. 16 kingdomത്തിലെ rulersനെ പരാജയപ്പെടുത്തിയിട്ട് added their land to his empire. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തോട് ആ 16 കിങ്ഡവും കൂട്ടിച്ചേർത്തു. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ മകൻ 16 കിങ്ഡംസ് പിടിച്ചെടുത്തിട്ട് അവരുടെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. അപ്പൊ ആ 16 കിങ്ഡം കൂടെ ആർക്കായി? ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ മൗര്യ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ, അടുത്തത് എംപറർ അശോക. കുറച്ച് മാത്രം പറഞ്ഞുതരാം കേട്ടോ, ഇല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. നെക്സ്റ്റ് എംപറർ അശോക. അദ്ദേഹം 273 up to 232. Ashoka was the most famous Mauryan king and one of the greatest rulers ever. The British historian H.G. Wells had this to say about Ashoka, amidst of the tens of thousands of named monarchs that crowd the columns of history. നിങ്ങൾ ഇത്രയും മാത്രം ഓർമ്മിച്ചു വെക്കുക. മൂന്നാമത്തെ റൂളർ, മൗര്യൻ എംപയറിലെ മൂന്നാമത്തെ റൂളറാണ് അശോക, എംപറർ അശോക ചക്രവർത്തി. അദ്ദേഹത്തിന്റെ കാലം എന്ന് പറയുന്നത് 273 up to 232 BC. Then Ashoka was the most famous
emperor. Most famous emperor or one of the greatest rulers ever. ഇന്നുള്ളതിൽ ഏറ്റവും പവർഫുൾ ആയ ഏറ്റവും പവർഫുൾ ആയ ചക്രവർത്തിയാണ് ആര്? അശോകൻ. അപ്പൊ മൗര്യ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ എംപറർ. ഒന്നാമത്തെ എംപറർ ചന്ദ്രഗുപ്ത മൗര്യ, രണ്ടാമത്തത് ബിന്ദുസാര, മൂന്നാമത്തത് അശോക. മനസ്സിലായോ? അടുത്തത് മൂന്ന് എംപറേഴ്സിനെ കുറിച്ച് പഠിച്ചില്ലേ? അടുത്തത് കലിംഗ വാർ. ഇനി അതും കൂടിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ, കലിംഗ വാർ. ഓക്കെ. When Ashoka became the king, Kalinga was the only kingdom which was not under Mauryan control. Kalinga was important as it controlled the land and sea routes to South India and Southeast Asia. Ashoka attacked Kalinga and conquered it after a fierce battle. The war with Kalinga was a turning point in the life of Ashoka. The death, destruction and suffering that he saw in the war made him very sad. He realized the futility of fighting a war and vowed not to fight any more wars. He devoted the rest of his life to serve his people. കലിംഗ യുദ്ധം നടന്നത് എപ്പോഴാ? 261 BC-യില് 261 BC-യിലാണ് കലിംഗ വാർ നടക്കുന്നത്. When Ashoka became the king, എപ്പോഴാണോ അശോകൻ ചക്രവർത്തിയായിരുന്നത്, രാജാവായിരുന്നത്, കലിംഗ was the only kingdom which was not under the Mauryan control. അശോക ചക്രവർത്തി അശോകൻ ഭരിച്ചിരുന്ന ആ സമയത്ത് കലിംഗ എന്ന് പറഞ്ഞ രാജ്യം, കലിംഗ എന്ന് പറഞ്ഞ കിങ്ഡം മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? മൗര്യന്മാരുടെ കീഴിലല്ലാതെ ഉള്ളൂ. ബാക്കി എല്ലാ കിങ്ഡം ആര് പിടിച്ചെടുത്തു? മൗര്യമാര് പിടിച്ചെടുത്തു. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു 16 കിങ്ഡം ആര് പിടിച്ചെടുത്തിട്ടുണ്ട്? ബിന്ദുസാര പിടിച്ചെടുത്ത് അവരുടെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ അശോക ചക്രവർത്തി ഭരിക്കുന്ന സമയത്ത് ഈ കലിംഗ എന്ന് പറയുന്ന കിങ്ഡം മാത്രം ആരുടെ കയ്യിലല്ല? മൗര്യന്മാരുടെ കീഴിലല്ല. മൗര്യന്മാര് ഭരിക്കുന്നില്ല, ബാക്കിയൊക്കെ മൗര്യന്മാര് പിടിച്ചെടുത്തു. Then Kalinga was important as it controlled the land and sea routes to South India and Southeast Asia. Ashoka attacked Kalinga and conquered it after a fierce battle. അതായത് അശോകൻ എന്ത് ചെയ്തു? ബാക്കിയുള്ള സാമ്രാജ്യമൊക്കെ മൗര്യന്മാരുടെ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു അല്ലെ? അപ്പൊ അശോകന്റെ ഭരണകാലം എത്തിയപ്പോ കലിംഗ മാത്രമേ ഇനി പിടിച്ചെടുക്കാനുള്ളൂ. അശോകൻ എന്ത് ചെയ്തു? 261 BC-യില് കലിംഗ പിടിച്ചെടുത്തു. മനസ്സിലായല്ലോ? അപ്പൊ കലിംഗ വാറിനെ കുറിച്ച് ചോദിച്ച് ഇത്രയും മാത്രം എഴുതാം. എന്താ? കലിംഗ വാർ in 261 BC. When Ashoka became the king, Kalinga was the only kingdom which was not under Mauryan control. Then Kalinga was important and controlled the land and sea routes to South India and Southeast Asia. Ashoka attacked Kalinga and captured it. Clear? മനസ്സിലായോ? മനസ്സിലായോ? ഇതെന്താണ് മൗര്യ സാമ്രാജ്യം എന്ന് പഠിച്ചു. മൗര്യ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാര്, 3 ചക്രവർത്തിമാരെ കുറിച്ച് പഠിച്ചു. പിന്നെ എന്താണ് കലിംഗ വാർ എന്ന് പഠിച്ചു. ഇല്ലേ ഹരിനന്ദേ? പഠിച്ചോ ഹരിനന്ദേ? ഏതൊക്കെയായിരുന്നു 3 ഇമ്പോർട്ടന്റ് എംപറേഴ്സ്? ഒന്നാമത്തെ ചക്രവർത്തി ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യ, പിന്നെ ബിന്ദുസാര, 3 അശോക അല്ലെ? കലിംഗ യുദ്ധത്തിൽ ആരാ കലിംഗ പിടിച്ചെടുത്തത്? അശോക ചക്രവർത്തി. ഏത് വർഷമാണ്? 261 BC. മനസ്സിലായോ? ശ്രീ വിഷ്ണു, വസുദേവേ, ജീവ, ഹെവൻ, ജോയൽ. ഓക്കെ, ഇതാണ് നമുക്ക് ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അടുത്തത് അശോകാസ് ധമ്മ. Dhamma is the Prakrit word of the Sanskrit term dharma, which means religious duty. Ashoka gave up the policy to conquest through war, Digvijaya.
and began to follow a policy to conquest through Dharma. Dharma Vijaya. Spreading Dhamma became Ashoka's goal in life. Panda Dharma എന്ന് പറഞ്ഞാല് Dhamma is a Prakrit word. Dhamma is a Prakrit word for the Sanskrit term Dharma. Dharma എന്ന സംസ്കൃത വാക്കാണ് അല്ലെ. അപ്പൊ ധർമ്മ എന്ന് പറയുന്നത് പ്രാകൃത വേർഡാണ്, ധർമ്മ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് വേർഡാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ധർമ്മ അല്ലെങ്കിൽ ധർമ്മ എന്ന് പറഞ്ഞാല് റിലീജിയസ് ഡ്യൂട്ടി എന്നാണ് അർത്ഥം. മനസ്സിലായോ? ധർമ്മ മീൻസ് റിലീജിയസ് ഡ്യൂട്ടി, മതപരമായ ചുമതലകൾ. അശോക ഗേവ് അപ്പ് ദ പോളിസി ടു കോൺക്വസ്റ്റ് ത്രൂ വാർ. അശോക എന്ത് ഉപേക്ഷിച്ചു? അശോക ഗേവ് അപ്പ് ദ പോളിസി ഓഫ് കോൺക്വസ്റ്റ് ത്രൂ വാർ. അശോക യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുന്ന ആ ഒരു രീതി നിർത്തിവെച്ചു. ആൻഡ് ബിഗാൻ ടു ഫോളോ ദ പോളിസി ഓഫ് കോൺക്വസ്റ്റ് ത്രൂ ധർമ്മ. അദ്ദേഹം യുദ്ധം ചെയ്തിട്ട് കോൺക്വസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോളിസി ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? എന്ത് ഫോളോ ചെയ്തു? പോളിസി ഓഫ് കോൺക്വസ്റ്റ് ത്രൂ ധർമ്മ. ധർമ്മത്തിലൂടെ പിടിച്ചെടുക്കുക, ധർമ്മത്തിലെ കോൺക്വസ്റ്റ് നടത്തുന്ന ആ ഒരു പോളിസിയിലേക്ക് അദ്ദേഹം വന്നു. ദെൻ സ്പ്രെഡിങ് ധർമ്മ ബിക്കെയിം അശോകാസ് ഗോൾ ഇൻ ലൈഫ്. അങ്ങനെ ധർമ്മ എന്നുള്ളതാണ് അശോകന്റെ ജീവിതത്തിലെ ലക്ഷ്യം. അപ്പൊ ആദ്യം അശോകൻ എന്താ ചെയ്തത്? യുദ്ധം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ വാറ് നടത്തിയിട്ടാണ് അല്ലെ, വാറിലൂടെയാണ് എന്ത് ഓരോ കിങ്ഡം പിടിച്ചെടുത്തത്. അതിനുശേഷം അശോക ആ കോൺക്വസ്റ്റ് ഓഫ് വാർ എന്നുള്ള ആ ഒരു പോളിസി അവിടെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തു? ധർമ്മ എന്ന ഒരു പോളിസി പിന്തുടർന്നു. മനസ്സിലായോ? മനസ്സിലായോ? ഇനി അതിലൊരു 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ നോക്കുക. ജനങ്ങളോട് അശോകൻ ഒരു 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താന്ന്? ഒന്നാമത്തത് സ്പീക്ക് ദ ട്രൂത്ത്, റെസ്പെക്ട് അതർ റിലീജിയൻസ്, ഒബേ ദർ എൽഡേഴ്സ്, ഫോളോ ദ പാത്ത് ഓഫ് അഹിംസ, പ്രാക്ടീസ് ചാരിറ്റി ടുവേർഡ്സ് ദ പീപ്പിൾ, ബി കൈൻഡ് ടു ഓൾ ഇൻക്ലൂഡിംഗ് സെർവൻസ് ആൻഡ് സ്ലേവ്സ്, ലിവ് ടുഗദർ പീസ്ഫുള്ളി. ഒരു 7 കാര്യങ്ങൾ അശോകൻ ഈ ധർമ്മയുടെ പ്രിൻസിപ്പിൾസ്, ഒരു 7 പ്രിൻസിപ്പിൾസ് ആണ് ധർമ്മയ്ക്കുള്ളത്. അതായത് ധർമ്മ എന്ന് പറഞ്ഞാൽ റിലീജിയസ് ഡ്യൂട്ടി ആണ്. ആ ധർമ്മ എന്ന വാക്കിന്റെ അർത്ഥം റിലീജിയസ് ഡ്യൂട്ടി എന്നാണ്. ധർമ്മ എന്ന് പറയുന്ന ഒരു പ്രാകൃത വേർഡാണ്. ധർമ്മ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് വേർഡാണ്. അപ്പൊ there are 7 principles of dharma. Which are the 7 principles of dharma? ധർമ്മയുടെ 7 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാ? 1, സ്പീക്ക് ട്രൂത്ത്, സത്യം മാത്രം സംസാരിക്കുക. 2, റെസ്പെക്ട് അതർ റിലീജിയൻസ്, മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുക. 3, ഒബേ ദ എൽഡേഴ്സ്, മൂത്തവരെ അനുസരിക്കുക. 4, നമുക്കില്ലാത്തത് അല്ലെ, ഒബേ ദ എൽഡേഴ്സ്. നമുക്കുണ്ടോ? ഉള്ളവരൊന്ന് കൈ കാണിച്ചാട്ടെ. ആർക്കൊക്കെ ഉണ്ടാ? മൂന്നാമത്തെ ഉണ്ട്. ഓക്കെ. തേർഡ് വൺ, ഒബേ ദർ എൽഡേഴ്സ്, നിങ്ങളുടെ മൂത്തവരെ നിങ്ങൾ ബഹുമാനിക്കുക. 4, ഫോളോ ദ പാത്ത് ഓഫ് അഹിംസ. അഹിംസ ഇല്ലാത്തത് അല്ലെ ജസ്റ്റിസേ? എന്ത് സാധനത്തെ കണ്ടാലും കൊന്നോളൂ അല്ലെ. ദെൻ 4മത്തത് ഫോളോ ദ പാത്ത് ഓഫ് അഹിംസ, അഹിംസ പിന്തുടരുക. 5, പ്രാക്ടീസ് ചാരിറ്റി ടുവേർഡ്സ് ദ പുവർ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, പാവങ്ങളെ സഹായിക്കുക. 6, ബി കൈൻഡ് ടു ഓൾ ഇൻക്ലൂഡിംഗ് സെർവൻസ് ആൻഡ് സ്ലേവ്സ്, അടിമകളോടും അതുപോലെ സെർവൻസിനോടും അടക്കം എന്ത് ചെയ്യുക? ദയുള്ളവരാകുക. അതായത് വേലക്കാരെ കൊണ്ട് കഠിനമായി പണിയെടുപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്ലേവ്സിന് അടിമകളെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിപ്പിക്കുക. അതായത് എന്താ? എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക. അപ്പം സെർവൻസിനോടും സ്ലേവ്സിനോടും ഒക്കെ കുറച്ച് ദയ കാണിക്കുക. ലാസ്റ്റ് വൺ, ലിവ് ടുഗദർ പീസ്ഫുള്ളി, എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുക. These are the 7 principles of Dharma. It is too easy. 7 principles of Dharma are: speak the truth, respect other religions, obey their elders, follow the path of ahimsa, practice charity towards the poor, be kind to all, including servants and slaves, live together peacefully. മനസ്സിലായോ? ഇനി അതിൽ പിന്നെ ഇമ്പോർട്ടന്റ് ആയത് ഈ
എന്താണ് ധർമ്മ എന്ന് പഠിച്ചു. അടുത്തത് അഡ്മിനിസ്ട്രേഷൻ എടുത്ത പേജ് നമ്പർ 64. അഡ്മിനിസ്ട്രേഷൻ, ഭരണം. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാന്ന് നോക്കട്ടെ. കണ്ട അടുത്തത് Mauryan administration can be divided into 4 divisions: central, provincial, district and villages. അപ്പൊ മൗര്യ സാമ്രാജ്യത്തിലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് 4 ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? Mauryan administration can be divided into 4. Which are they? Central, provincial, district and village. Central, provincial, district and village. These are the 4 divisions of Mauryan administration. Mauryan administration 4 ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 സെൻട്രൽ എന്നും, 2 പ്രൊവിൻഷ്യൽ എന്നും, പിന്നെ 3 ഡിസ്ട്രിക്ട് എന്നും, 4 വില്ലേജ് എന്നും. 4 സെക്ഷൻസ് ഉണ്ട്. ഇനി എന്താ സെൻട്രൽ എന്ന് പറഞ്ഞാല്? എന്താ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ? സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം അതോറിറ്റി രാജാവായിരിക്കും. മനസ്സിലായോ? സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിലെ രാജാവാണ് ഏറ്റവും വലിയ ആള്. സുപ്രീം അതോറിറ്റി, ഏറ്റവും വലിയ സ്ഥാനം രാജാവിന് ആയിരിക്കും. Then നോക്ക്, സെൻട്രൽ. The king was the supreme authority. He took all important decisions concerning the empire. He was assisted by a council of ministers. They acted as king's advisors. അപ്പൊ സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ രാജാവാണ് സുപ്രീം അതോറിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻസ് രാജാവിനാണ്. കാരണം എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് രാജാവാണ്. ഇപ്പൊ രാജാവിന് എന്ത് ചെയ്യും? രാജാവിന്റെ സഹായത്തിന് വേണ്ടി അദ്ദേഹം ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ, കുറച്ച് മന്ത്രിമാരെ അസിസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അവരെന്ത് ചെയ്യും? രാജാവിന്റെ ഉപദേശകരായിട്ട്, കിങ്സ് അഡ്വൈസേഴ്സ്. രാജാവ് എന്താണോ പറയുന്നത് അത് ആര് ഫോളോ ചെയ്യും? ഈ മിനിസ്റ്റേഴ്സ് ഫോളോ ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു മൗര്യ അഡ്മിനിസ്ട്രേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4: സെൻട്രൽ, പ്രൊവിൻഷ്യൽ, ഡിസ്ട്രിക്ട് ആൻഡ് വില്ലേജ്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേകത, king is the supreme authority. King is the supreme authority. All main decisions are taken by the king. Then this king assisted a group of ministers or council of ministers to working as an king's advisor. രാജാവിന്റെ ഉപദേശകരായി പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് മന്ത്രിമാരെ സെലക്ട് ചെയ്യും. രണ്ടാമത്തത് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. എന്താ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നോക്ക്. The empire was divided into many provinces, each headed by a prince. He ruled the province as representative of the king and was assisted by many officers. The provincial administration എന്ന് പറഞ്ഞാല് സാമ്രാജ്യത്തിന്റെയും പ്രോവിൻസുകളായി തിരിക്കും. അത് കുറച്ച് ചെറിയ ചെറിയ ഏരിയാസ് ആയി തിരിക്കും. എന്നിട്ട് ഓരോ പ്രോവിൻസും ആർക്ക് കൊടുക്കും? ഓരോ പ്രിൻസിന് കൊടുക്കും. മനസ്സിലായോ? ഓരോ രാജകുമാരന് കൊടുക്കും. പിന്നെ അദ്ദേഹം ആ രാജകുമാരനെ കുറച്ച് ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്ത് അവർ എല്ലാരും കൂടെ ഭരണം നടത്തും. അവിടെ എന്താ പ്രിൻസ് ആയിരിക്കും ഭരണം. അപ്പൊ പ്രോവിൻസസ് എന്ന് പറഞ്ഞാല് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് an empire divided into as provinces. Each province is headed by a prince, and he was assisted by many officers. കുറെ ഓഫീസർമാരെ നിയമിക്കും. മൂന്നാമത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. എന്താ നോക്ക്, provinces were further divided into districts. provinces again ഡിവൈഡ് ചെയ്യും. എന്ത്? ജില്ലകളായി തിരിക്കും. ഫസ്റ്റ് വൺ സെൻട്രൽ പ്രോവിൻസ്. അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യ മുഴുവൻ ആരാ ഭരിക്കുന്നത്? പ്രധാനമന്ത്രിയാണ് അല്ലെ. അവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അതിനുശേഷം എന്ത് ചെയ്തു? ആ സെന്ററിനെ എന്ത് ചെയ്തു? സ്റ്റേറ്റ്സ് ആയി ഡിവൈഡ് ചെയ്തു അല്ലെ. സ്റ്റേറ്റ്സിനെ അഗെയിൻ ഡിസ്ട്രിക്റ്റ് ആയി ഡിവൈഡ് ചെയ്തു. മനസ്സിലായോ? ഡിസ്ട്രിക്റ്റിനെ വീണ്ടും പഞ്ചായത്തായി ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ is headed by king. Second one, provincial administration. Provincial administration, empire can be divided into provinces. Each province is headed by a prince. Third one, district. Provinces again divided into districts. Clear? മനസ്സിലായോ? ഇനി ആ ഓരോ ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ് ആരായിരിക്കും?
പ്രദേശ എന്നാണ് പറയാ. അപ്പൊ ആ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ ഡിസ്ട്രിക്റ്റിന്റെ ഹെഡിന് പറയുന്ന പേരാണ് പ്രദേശ. എന്താ പറയാ? പ്രദേശ. He was assisted by Yuktas and Rajukas. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഡിസ്ട്രിക്റ്റിലെ ഹെഡിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി യുക്താസിനെ അല്ലെങ്കിൽ രജുകാസിനെ അപ്പോയിന്റ് ചെയ്യും. അപ്പം അവരുടെ ജോലി എന്താ? അവര് ടാക്സ് കളക്ട് ചെയ്യുക, പിന്നെയോ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. പിന്നെ ലാസ്റ്റ് വൺ വില്ലേജ്. വില്ലേജിലെ ഡിസ്ട്രിക്ട് അഗൈൻ ഡിവൈഡഡ് ഇൻടു വില്ലേജസ്. ആ വില്ലേജിൽ ഓരോ ഈച്ച് വില്ലേജ് ഹാഡ് എ ഹെഡ്മാൻ. ഒരു ഹെഡ്മാൻ ഉണ്ടാവും ഓരോ വില്ലേജിലും. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ 4 ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഹെഡഡ് ബൈ എ കിങ്. ഓൾ മെയിൻ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ കിങ്. പിന്നെ the king assisted by a group of ministers. Then second one, provincial administration. Provincial administration, an empire divided into provinces. Each provinces headed by a prince. He was assisted by many officers. Then third one, district. Provinces again further divided into districts. Each district headed by pradesha. പ്രദേശ എന്നാണ് പറയാ. ആദ്യത്തെ രാജാവായിരുന്നു, രണ്ടാമത്തെ പ്രിൻസ് ആണ്, മൂന്നാമത്തത് പ്രദേശ. ഒരു ഇമ്പോർട്ടന്റ് വ്യക്തി. പിന്നെ അവരുടെ ജോലി ടാക്സ് കളക്ട് ചെയ്യുക, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഈ പ്രദേശനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് രജുകാസ് എന്നതിൽ യുക്താസിനെ അപ്പോയിന്റ് ചെയ്യും. ലാസ്റ്റ് വൺ വില്ലേജ് ആണ്. ദെൻ ഡിസ്ട്രിക്ട് അഗൈൻ ഡിവൈഡഡ് ഇൻടു വില്ലേജസ്. ഗ്രാമങ്ങളായി തിരിക്കും. ഈച്ച് വില്ലേജ് ഹാഡ് എ ഹെഡ്മാൻ. ആ വില്ലേജിൽ താമസിക്കുന്ന എല്ലാവരും കൂടെ ഒരു ഹെഡിനെ തെരഞ്ഞെടുക്കും. അതാണ് ഹെഡ്മാൻ. മനസ്സിലായോ? ഈ ലെസണിൽ ഇത്രയും കാര്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മെയിൻ ആയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് എന്താണ്, വാട്ട് ഈസ് മൗര്യ എംപയർ, who are the 3 main emperors in Mauryan Empire, what is Kalinga War, then Mauryan administration. പിന്നെ ഇത് പറഞ്ഞു പ്രിൻസിപ്പിൾസ് ഓഫ് ധർമ്മ. There are 7 principles of dharma. അല്ലേ? എളുപ്പല്ലേ മക്കളെ? ഓക്കെ, എന്ത് ചെയ്യാൻ ഒരു പീരീഡും കൂടി ഇല്ല. അപ്പൊ തന്നെ ഈ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എടുത്ത ഭാഗങ്ങൾ മാത്രം, എടുത്ത ആ ഒരു പോർഷൻ മാത്രം വായിച്ചു നോക്കുക. ടെക്സ്റ്റ് മുഴുവനല്ല. മിസ് എടുത്തത് എന്തൊക്കെയാണെന്ന് അറിയില്ലേ? എന്താണ് സോഴ്സ് ഓഫ് മൗര്യൻ എംപയർ, എന്താണ് മൗര്യൻ എംപയർ, മെയിൻ മൗര്യൻ എംപറേഴ്സ് ആരൊക്കെയാണ്, എന്താണ് കലിംഗ വാർ, അശോകാസ് ധർമ്മ, പ്രിൻസിപ്പിൾസ് ഓഫ് ധർമ്മ, പിന്നെ ലാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ, മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ അല്ലേ? ഈസി അല്ലേ? വായിച്ചു നോക്കൂ കേട്ടോ. Okay, bye bye. See you in the next class.